Hi, welcome back. Plus 2 Accountancy Part 1 second chapter in ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. Accounting for Partnership Basic Concepts. നമുക്കറിയാം ഒന്നാം വർഷ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അവിടെ ബിസിനസ് ഓർഗനൈസേഷൻസ് രൂപം കൊള്ളുന്ന പല രീതികൾ, പല തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയിട്ടുള്ള ബിസിനസ് മോഡലുകളെ, ബിസിനസ് ഫോംസിനെ നമ്മളവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം വർഷ അക്കൗണ്ടൻസിയിൽ നമ്മൾ പഠിച്ച അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് മുതൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷൻ വരെയുള്ള കാര്യങ്ങളും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞതാണ്. നമ്മൾ ഇന്ന് പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്കറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോവാം. വെൻ 2 or more persons join hands to set up a business and share its profits and losses, they are said to be in partnership. രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒന്നിച്ചു ചേരുകയും ആ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അവർ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കരാറിലെത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ നമുക്ക് പറയാം പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന്. ആ വ്യക്തികൾ പാർട്ട്ണർഷിപ്പിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. രണ്ടിൽ കൂടുതൽ വ്യക്തികൾ ഒരു ബിസിനസ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റോ ലോസോ ഷെയർ ചെയ്യുന്ന ആ ടൈപ്പ് ബിസിനസ്സാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പിന് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932 നൽകുന്ന ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ നിയമമാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932, 1932 പങ്കാളിത്ത വ്യാപാര നിയമം എന്നതിന് നമുക്ക് മലയാളത്തിൽ പറയാം. സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 defines a partnership as the relation between persons who have agreed to share the profits of a business carried on by all or any of them acting for all. ഒരു ബിസിനസ് നടത്തി ആ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു പാർട്ട്ണർഷിപ്പ് ഒരാൾ നടത്തുന്നതാവാം, അല്ലെങ്കിൽ എല്ലാവരും കൂടി നടത്തുന്നതാവാം. ആ റിലേഷൻഷിപ്പിലുള്ള ചില വ്യക്തികൾ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി നടത്തുന്ന ബിസിനസ്സും ആവാം. അപ്പോൾ കുറേ വ്യക്തികൾ ചേർന്ന് എല്ലാവരും ഒന്നിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് പേരോ നടത്തുന്ന ഒരു ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ലോസ് സഫർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932 ആണ് ഇന്ത്യയിലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പരിചയപ്പെടുത്തുന്നത്. ഈച്ച് മെമ്പർ ഇൻവോൾവ് ഇൻ ദ എഗ്രിമെൻ്റ് ഈസ് കോൾഡ് പാർട്ട്നേഴ്സ്. ഈ വ്യക്തികൾ തമ്മിലുള്ള കരാറിൽ, ആ റിലേഷൻഷിപ്പിലെ ഓരോ വ്യക്തികളെയും നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയും. ആൻഡ് ഓൾ ദ പാർട്ട്നേഴ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഫേം. എല്ലാ പാർട്ട്നേഴ്സിനെയും ഒന്നിച്ച് പറയുന്ന പേര് ഫേം എന്ന ഒരു ടേമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പ്രത്യേകതകൾ, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ എടുത്തു പറയുന്ന പ്രത്യേകമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ്. നമ്പർ 1, 2 or more persons. ഒരു പാർട്ട്ണർഷിപ്പിൽ മിനിമം 2 പേര് വേണം. മാക്സിമം നമ്പർ 50 ആണ്. മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ടു ഫോം എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഈസ് 2. മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഈസ് 50. ഏറ്റവും ചുരുങ്ങിയത് 2 പേര് വേണം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കാൻ. 2 പേരുണ്ടെങ്കിലാണ് ഒരു കരാർ ഉണ്ടാവുന്നുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് ഒരു കരാർ വഴിയാണ്. ദെൻ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എത്ര വേണം? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ
മാക്സിമം നമ്പറിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരം മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് 50 ആണ്. ദെൻ സെക്കൻഡ് ഫീച്ചർ, എഗ്രിമെൻറ്റ്. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more persons to do business and share its profits and losses. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2 അതിൽ കൂടുതലോ വ്യക്തികൾ തമ്മിലുള്ള കരാറാണ്. എന്തിനു വേണ്ടിയുള്ള കരാറാണ്? ഒരു ബിസിനസ് ഓപ്പറേഷൻ, ഒരു ബിസിനസ് നടത്താനും ആ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഷെയർ ചെയ്യാമെന്നുള്ള ഒരു കരാറാണ്. ആ കരാർ വഴിയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. എഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. ആ എഗ്രിമെൻറ്റ്, കരാർ എന്ന് പറയുന്നത് വാക്കാലുള്ള കരാറാവാം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ കരാറാവാം. ഒരു കരാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ വ്യക്തികൾ തമ്മിലുള്ള ആ ഇടപാടിലെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവർ തമ്മിലുള്ള ആ ബന്ധം ഡിഫൈൻ ചെയ്യുന്ന അവരുടെ കരാറിലുള്ള ആ ബിസിനസ്സിലുള്ള എല്ലാ കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കരാർ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് ഒരു കരാർ വഴിയാണ്, ഒരു എഗ്രിമെൻ്റ് വഴിയാണ്. ആ കരാർ എഗ്രിമെൻ്റ് വാക്കാലുള്ളതാവാം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയതാവാം. ഓക്കെ. ദെൻ റിട്ടൺ എഗ്രിമെൻറ്റ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. കരാർ വാക്കാലോ എഴുതി തയ്യാറാക്കിയതോ ആവാം. എഴുതി തയ്യാറാക്കിയ കരാറാണെങ്കിൽ ആ രേഖയെ നമ്മൾ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ദെൻ തേർഡ് ഫീച്ചർ നോക്കുക. എ പാർട്ട്ണർഷിപ്പ് ക്യാൻ ബി ഫോംഡ് ഫോർ ദ പർപ്പസ് ഓഫ് carrying on some legal business with the intention of earning profit. പാർട്ട്ണർഷിപ്പ് എന്ന പേര് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ ഈ കരാറ് എന്തിനു വേണ്ടി ഉള്ളതായിരിക്കണം? ഒരു ലോഫുൾ ബിസിനസ്, ഒരു ലീഗൽ ബിസിനസ് ചെയ്യാനും അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുമുള്ള കരാറായിരിക്കണം. ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയുള്ള കരാറിന് മാത്രമാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുള്ളൂ. അതുതന്നെ നിയമപ്രകാരം അനുവദനീയമായ ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഡ്രഗ്സിൻ്റെ ബിസിനസ് ചെയ്യാൻ വേണ്ടി, നിരോധിക്കപ്പെട്ട മരുന്നുകളുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് ചേർന്നൊരു കരാറുണ്ടാക്കിയാൽ നമ്മൾ അതിനെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയില്ല. അതൊരു ഇല്ലീഗൽ കോൺട്രാക്റ്റാണ്, അത് തെറ്റായ കാര്യം ചെയ്യാനുള്ള കോൺട്രാക്റ്റാണ്. സോ നമുക്ക് പറയാം, ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പാർട്ട്ണർഷിപ്പ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ എഗ്രിമെൻ്റ് എന്തിനു വേണ്ടിയുള്ളതായിരിക്കണം? നിയമപരമായി അനുവദിക്കപ്പെട്ട ലീഗൽ വാലിഡിറ്റിയുള്ള ബിസിനസ് ചെയ്യാൻ വേണ്ടിയും ആ ബിസിനസ്സിൽ നിന്നുള്ള ലാഭം ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയുമുള്ള കരാറാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുള്ളൂ. അപ്പോൾ ബിസിനസ്സിന് വേണ്ടിയായിരിക്കണം പാർട്ട്ണർഷിപ്പ്. ദെൻ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. പാർട്ട്ണർഷിപ്പ് ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് മസ്റ്റ് ബി എയിംഡ് അറ്റ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ് ഫ്രം ദ ബിസിനസ്. പ്രോഫിറ്റ്സ് ആർ ടു ബി ഷെയർഡ് ഈക്വലി ഓർ അറ്റ് ആൻ എഗ്രീഡ് റേഷ്യോ. നിർബന്ധമായിട്ടും പാർട്ട്ണർഷിപ്പ് ലാഭം പങ്കിടാനുള്ള കരാറായിരിക്കണം. ലാഭം പങ്കിടാനുള്ള കരാറിന്, ആ ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ കഴിയുള്ളൂ. ലാഭം പങ്കിടാനുള്ള, പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള എഗ്രിമെൻറ്റിനെ മാത്രമേ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുള്ളൂ. കുറേ വ്യക്തികൾ ചേർന്ന് ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു കരാറുണ്ടാക്കിയെങ്കിൽ, അവരെല്ലാവരും ഫണ്ടെടുത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഒരു കരാറുണ്ടാക്കിയാൽ അതിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് യാതൊരു കാരണവശാലും പറയാൻ കഴിയില്ല. പാർട്ട്ണർഷിപ്പ് മസ്റ്റ് ബി ഫോർ ഷെയറിംഗ് പ്രോഫിറ്റ്. ദെൻ മ്യൂച്വൽ ഏജൻസി. മ്യൂച്വൽ ഏജൻസിയാണ്. മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ പരസ്പരം ഉള്ള ആ പങ്കാളികളെല്ലാവരും തമ്മിലുള്ള ഏജൻസിയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈച്ച് പാർട്ട്ണർ ഈസ് ആൻ ഏജന്റ് ആസ് വെൽ ആസ് എ പ്രിൻസിപ്പൽ ഓഫ് ദ ഫേം. ഓരോ പാർട്ട്ണറും ഏജന്റുമാരാണ് പരസ്പരം, അഥവാ സ്ഥാപനത്തിൻ്റെയും പാർട്ട്നേഴ്സിൻ്റെയും പരസ്പരം ഏജന്റുമാരായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. അതോടൊപ്പം തന്നെ ഓരോരുത്തരും പ്രിൻസിപ്പൽ ഓഫ് ദ ഫേമാണ്. ഫേമിൻ്റെ പ്രിൻസിപ്പലാണ്. ഓരോരുത്തരും പ്രധാനപ്പെട്ട ആളുകളാണ്. ഓരോരുത്തരും പരസ്പരം ഏജൻ്റാണ്. ഹി ക്യാൻ ബൈൻഡ് അതർ പാർട്ട്നേഴ്സ് ബൈ ഹിസ് ആക്ട്സ് ആൻഡ് ആൾസോ ഈസ് ബൗണ്ട് ബൈ ദ ആക്ട്സ് ഓഫ് അതർ പാർട്ട്നേഴ്സ് വിത്ത് റിഗാർഡ് ടു ദ ബിസിനസ് ഓഫ് ദ ഫേം. ഓരോ പാർട്ട്നേഴ്സും പരസ്പരം ലാബിലിറ്റി ഉണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവർ ഉത്തരവാദികളാണ്. അവർക്ക് പരസ്പരം ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഈ മ്യൂച്വൽ ഏജൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോരുത്തരും സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. ഓരോരുത്തരും സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലാണ്. ഓരോ പാർട്ട്നേഴ്സും പരസ്പരം ബൈൻഡ് ചെയ്യപ്പെട്ടവരാണ്, പരസ്പരം ബന്ധമുള്ളവരാണ്.
ദെൻ അടുത്ത ഫീച്ചറാണ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. എ പാർട്ട്ണർഷിപ്പ് ഫേം ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് അതിൻ്റെ പാർട്ട്നേഴ്സിന് ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചും ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യും. പാർട്ട്നേഴ്സ് ഇല്ലെങ്കിൽ ഫേം ഇല്ല. അഥവാ പാർട്ട്നേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് ലീഗലായിട്ട് ഒരു നിലനിൽപ്പുമില്ല. ഒരു പാർട്ട്ണർ മാറുന്നത് പോലും ആ സ്ഥാപനത്തിൻ്റെ ലീഗലായിട്ടുള്ള നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ബിസിനസ് സ്റ്റഡീസിൽ. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുടെ കേസിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മാറ്റം ഒന്നും എന്ത് ചെയ്യുന്നില്ല, കമ്പനിയെ ബാധിക്കുന്നില്ല. കമ്പനിക്ക് പ്രത്യേകമായിട്ടുള്ള ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ പാർട്ട്ണർഷിപ്പിൽ അത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു നിലനിൽപ്പ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനില്ല. നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് അൺലിമിറ്റഡ് ലാബിലിറ്റി. നോർമലി ദ ലാബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് അൺലിമിറ്റഡ്. സാധാരണഗതിയിൽ എല്ലാ പാർട്ട്ണർഷിപ്പിൻ്റെയും ലാബിലിറ്റി, ആ പാർട്ട്നേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ്. അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം മനസ്സിലാക്കിയതാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി നഷ്ടമുണ്ടായി സ്ഥാപനം ഒരുപാട് ബാധ്യതകൾ വരുത്തി വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ അസറ്റ്സ് മുഴുവൻ എടുത്ത് വിറ്റിട്ടും ഈ ലാബിലിറ്റി തീരാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലെ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും സ്വകാര്യ സ്വത്തുക്കൾ കൂടി, പേഴ്സണൽ പ്രോപ്പർട്ടീസ് കൂടി ഈ ഫേമിൻ്റെ ലാബിലിറ്റി തീർക്കാൻ വേണ്ടി ബാധ്യസ്ഥമാവും എന്നാണ് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അതിലെ പാർട്ട്നേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് നോർമലി അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ്. ഹൗവർ ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്സ് ആർ ആൾസോ അലൗഡ് ഇൻ ഇന്ത്യ സിൻസ് 2008. 2008 മുതൽ ഇന്ത്യയിൽ ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പിനും അനുവാദമുണ്ട്. അതിന് കുറേയധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയുണ്ട്. എന്തായാലും LLP എന്ന പേരിൽ നമുക്ക് ഇന്ത്യയിൽ നിലവിൽ ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾ കൂടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എല്ലാ എക്സാമിനേഷനും പാർട്ട്ണർഷിപ്പ് ഡീഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്. പാർട്ട്ണർഷിപ്പ് 2 അതിൽ കൂടുതലോ വ്യക്തികളുള്ള, മിനിമം 2, മാക്സിമം 50 അത്രയും വ്യക്തികൾ തമ്മിലുള്ള ഒരു കരാറാണ് നമ്മൾ പഠിച്ചു. പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് ഒരു കരാർ വഴിയാണ്. കരാറില്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് എഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. ആ എഗ്രിമെൻറ്റ് എന്തായിരിക്കണം? ഒന്നുകിൽ വാക്കാലുള്ളതാവാം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയതാവാം. കുറച്ച് വ്യക്തികൾ ചേർന്ന് അവർ പരസ്പരം സംസാരിച്ച് ഒരു എഗ്രിമെൻറ്റ് വാക്കാൽ തയ്യാറാക്കിയിട്ട് അവർക്ക് ബിസിനസ് ആരംഭിക്കാം. അതിന് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഭാവിയിൽ ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏറ്റവും നല്ലത്, ഏറ്റവും അനുകൂലമായത് എഴുതി തയ്യാറാക്കിയ ഒരു പാർട്ട്ണർഷിപ്പ് കരാർ ഉണ്ടാവുന്നതാണ്. ആ എഴുതി തയ്യാറാക്കിയ കരാറാണെങ്കിൽ ആ എഴുതി തയ്യാറാക്കിയ ആ എഗ്രിമെൻറ്റ് നമ്മൾ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ദ റിട്ടൺ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ ടേംസ് ഓഫ് എഗ്രിമെൻറ്റ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. എഴുതി തയ്യാറാക്കിയ കരാർ ഉൾപ്പെട്ട ആ രേഖയെ ആണ് നമ്മൾ, ആ രേഖയിൽ എന്താണുള്ളത്? ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ പരസ്പരം എഗ്രി ചെയ്ത ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉൾപ്പെട്ട എഴുതി തയ്യാറാക്കിയ ആ രേഖയെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയാറുള്ളത്. സാധാരണയായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കുന്നത് ഒരു സ്റ്റാമ്പ് പേപ്പറിലാണ്. ഇതിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും പേരും ഇതിൻ്റെ അടുത്ത പേജുകളിലായിട്ട് എല്ലാ വിവരങ്ങളും, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, ടേംസ് ആൻഡ് കണ്ടീഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ടാവും. എല്ലാവരും പരസ്പരം സൈൻ ചെയ്ത് ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വെച്ചാൽ ദ റിട്ടൺ അഗ്രിമെൻറ്റ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. റിട്ടൺ എന്ന വാക്ക് അവിടെ പ്രധാനപ്പെട്ടതാണ്.
ഓക്കെ, അപ്പോൾ ദ റിട്ടൺ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദ റൂൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓർ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ദെൻ കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. നമ്മുടെ മുമ്പിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട്, അതിൻ്റെ ഒരു ഫസ്റ്റ് പേജാണ് ഇവിടെ ഉള്ളത് അല്ലേ. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തെല്ലാം ഉൾക്കൊള്ളും? ആ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എല്ലാ കരാറുകളും, അവർ തമ്മിൽ പരസ്പരം എഗ്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ഭാഗമാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിനെ ബേസ് ചെയ്തിട്ടാണ് ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കണ്ടൻ്റ് ആണെന്ന് പറയാം. നോർമലി നമുക്ക് കുറച്ച് കണ്ടൻറ്റുകൾ ഏതൊക്കെയാണെന്ന് വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം. ഒന്ന് നെയിം ഓഫ് ദ ഫേം, സ്ഥാപനത്തിൻ്റെ പേര്. ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും പേരും അഡ്രസ്സും. ദെൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ, ഓരോ പാർട്ട്ണറും ബിസിനസ്സിന് എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ട് ബിസിനസ്സിന് വേണ്ടി, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് ഓരോ പാർട്ട്നേഴ്സും എത്രയാണ്. ദെൻ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ഏത് ഡേറ്റിനാണ് ഈ പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ദ അക്കൗണ്ടിങ് പീരിയഡ് ഓഫ് ദ ഫേം, ഈ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് ഇയർ ഏതാണ്, ജനുവരി 1 ടു ഡിസംബർ 31 അതോ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ആണോ, ഏതാണോ അക്കൗണ്ടിങ് പീരിയഡ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുന്നത് ഒരു ബിസിനസ്സിൽ നിന്നുള്ള ലാഭമോ നഷ്ടമോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ അവർ തമ്മിൽ എഗ്രി ചെയ്യുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഫോർ എക്സാമ്പിൾ 3 പാർട്ട്നേഴ്സ് ഉള്ള ഒരു സ്ഥാപനത്തിൽ 3:2:1 എന്ന റേഷ്യോ ആവാം, അല്ലെങ്കിൽ 1:1:1 ഈക്വലായിട്ടാവാം. അപ്പോൾ ഏത് പ്രപ്പോർഷനിലാണ് ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ലാഭം പങ്കിടുന്നത് എന്ന കാര്യം. അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എറ്റ്സെട്ര. പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫേം കൊടുക്കേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ എത്രയാണ് ഫേം കൊടുക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഏതെങ്കിലും പാർട്ട്ണർ സ്ഥാപനത്തിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പണം കടമായി കൊടുത്താൽ അതിന് സ്ഥാപനം ആ പാർട്ട്ണർക്ക് എത്ര % ഇൻട്രസ്റ്റ് കൊടുക്കണം. അതേപോലെ ഏതെങ്കിലും പാർട്ട്ണർ ബിസിനസ്സിൽ നിന്ന് വിഡ്രോവൽസ് നടത്തുന്നുണ്ടെങ്കിൽ ആ വിഡ്രോവൽസിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ എത്രയാണ് റേറ്റ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ സാലറീസ്, കമ്മീഷൻ എറ്റ്സെട്ര ഈഫ് പേബിൾ ടു എനി പാർട്ട്ണർ, ഏതെങ്കിലും പാർട്ട്ണർക്ക് സാലറിയോ കമ്മീഷനോ മറ്റേതെങ്കിലും തരത്തിലുള്ള റെമ്യൂണറേഷൻ പ്രത്യേകമായിട്ട് ഫേം സ്ഥാപനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെത്രയാണ്, അതെങ്ങനെയാണ്, മന്ത്ലി ആണോ വർഷത്തിലാണോ എന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഈച്ച് പാർട്ട്ണർ, ഓരോ പാർട്ട്ണറുടെയും അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ബാധ്യതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, സ്ഥാപനം അടച്ചുപൂട്ടുകയാണെങ്കിൽ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുന്ന, അവസാനിപ്പിക്കുന്ന, ആ സ്ഥാപനം പിരിച്ചുവിടുന്ന അക്കൗണ്ടിങ് രീതികൾ എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ റൂൾസ് ടു ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, നിലവിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയൊരു പാർട്ട്ണറെ ചേർക്കുമ്പോൾ എന്തെല്ലാം ഫോർമാലിറ്റീസ് സ്ഥാപനം ഫോളോ ചെയ്യേണ്ടതുണ്ട്. റൂൾസ് ടു ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചു, സ്ഥാപനത്തിനുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ, ഒരു പാർട്ട്ണർ പെട്ടെന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടത്. അതുപോലെ എനി അതർ മാറ്റർ റിലേറ്റിംഗ് ടു ദ കണ്ടക്ട് ഓഫ് ബിസിനസ്, മറ്റേത് കാര്യങ്ങളും ഈ സ്ഥാപനത്തിൻ്റെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നമുക്ക് ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് എഴുതി പരസ്പരം എഗ്രി ചെയ്യേണ്ടതാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ റൂൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. അപ്പോൾ നമ്മളതിൽ നോർമലി വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, പരസ്പരം സമ്മതിച്ച് ഒപ്പുവെക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻ്റാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കൽ നിർബന്ധമല്ല. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് രജിസ്റ്റർ ചെയ്യലും നിർബന്ധമല്ല. അപ്പോൾ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കലാണ് ബിസിനസ്സുകാർക്ക് നല്ലത്. നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കണം. കാരണം ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ ആ തർക്കങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയും. ഇനി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിച്ചു,
ആ ഒരു വാക്കാലുള്ള കരാർ മാത്രമാണ്, അവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല. അങ്ങനെ ഒരു കേസിൽ ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? അതിന് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ചില കാര്യങ്ങളിൽ പറയുന്ന റൂൾസ് കൂടി നമുക്ക് ഈ ക്ലാസ്സിലൊന്ന് പരിചയപ്പെടാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് നിലവിലില്ലാത്ത സാഹചര്യമാണ്. ഓർ ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലന്റ് ഓൺ എ സർട്ടൻ പോയിന്റ്, ദ ഫോളോയിങ് പ്രൊവിഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 വിൽ ബി അപ്ലിക്കബിൾ. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ചില കാര്യങ്ങളെക്കുറിച്ച് സൈലൻ്റ് ആണ്, അതിൽ എഴുതി വെച്ചിട്ടില്ല, അത് വിട്ടുപോയി. അത്തരം കേസിൽ ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടായാൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 റൂൾസാണ് ബാധകമാവുക. അപ്പോൾ അത് ഏതൊക്കെ കാര്യങ്ങളിൽ നോക്കാം. ഒന്ന്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ലാഭം പങ്കിടുന്നതിനെ കുറിച്ചിട്ട് ഡീഡിലൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഡീഡില്ല. എന്തു ചെയ്യും? ഭാവിയിൽ തർക്കമുണ്ടായി, ഒരാൾ പറഞ്ഞു ഞാൻ കൂടുതൽ പണം മുടക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ലാഭവിഹിതം കിട്ടണം. അപ്പോൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ അതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആർ ടു ബി ഷെയർഡ് ഈക്വലി ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നത് തുല്യമായിട്ടാണ്. അത് ക്യാപിറ്റൽ കൂടുതൽ കൊടുത്താലും വേണ്ടില്ല, ക്യാപിറ്റൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത പാർട്ട്ണറായാലും വേണ്ടില്ല, എല്ലാവരും തുല്യമായിട്ടാണ് ലാഭം പങ്കിടേണ്ടത് എന്നാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പറയുന്നത്. അപ്പോൾ അതല്ലാത്തൊരു പ്രപ്പോർഷനിൽ നമ്മൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൃത്യമായിട്ടത് മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ചില ഫേമുകളിൽ, പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഓരോ പാർട്ട്ണർക്കും അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് ഒരു മിനിമം പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് എല്ലാ വർഷവും കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവാം. പാർട്ട്ണർഷിപ്പ് ഡീഡിലുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ടു ദ പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല. ഇനി ഇഫ് ദർ ഈസ് എ പ്രൊവിഷൻ ഫോർ ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻ ദ ഡീഡ്, ഇറ്റ് വിൽ ബി അലൗഡ് ഓൺലി വെൻ ദർ ഈസ് പ്രോഫിറ്റ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഒരു 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എല്ലാ പാർട്ട്നേഴ്സിനും എല്ലാ വർഷവും പ്രൊവൈഡ് ചെയ്യണമെന്ന റൂളും ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് കൊടുക്കണം. പക്ഷേ അവിടെയും ഒരു കണ്ടീഷൻ ഉണ്ട്. ഇറ്റ് വിൽ ബി അലൗഡ് ഓൺലി വെൻ ദർ ഈസ് പ്രോഫിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് ഫേം കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്ഥാപനം പ്രോഫിറ്റിലാണെങ്കിൽ മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യേണ്ടതുള്ളൂ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ്. പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ നിന്ന് ഇടക്ക് പണം പിൻവലിച്ചേക്കാം. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അഥവാ നമ്മൾ എഴുതി തയ്യാറാക്കിയ കരാർ ഉണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒരു 5% ചാർജ് ചെയ്യാനുള്ള അനുവാദം നൽകുന്നുണ്ടെങ്കിൽ ഫേമിന് എന്ത് ചെയ്യാം? ബിസിനസ്സിൽ നിന്നും പണം പിൻവലിക്കുന്ന പാർട്ട്നേഴ്സിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാം. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പറയുന്നത് നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ്. നമ്മളുണ്ടാക്കിയ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് എഴുതി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അവിടെ ഭാവിയിൽ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന റൂൾ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സിൻ്റെ മുകളിൽ സ്ഥാപനം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് 6% per annum ഈസ് ടു ബി അലൗഡ് ഓൺ എ പാർട്ട്നേഴ്സ് ലോൺ. ഏതെങ്കിലും പാർട്ട്ണർ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന് പുറമെ സ്ഥാപനത്തിന് താൽക്കാലികമായിട്ട് കുറച്ച് ലോൺ കൊടുത്തു എന്ന് സങ്കല്പിക്കുക. കുറച്ച് എമൗണ്ട് കടം കൊടുത്തു. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ പാർട്ട്ണർക്ക് അതിന് അയാൾ ഇൻട്രസ്റ്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 10% ഇൻട്രസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടൊരു പാർട്ട്ണർ അയാൾ കൊടുത്ത ആ കടമായി കൊടുത്ത എമൗണ്ടിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് നിലവിലില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ റൂൾസാണ്, അവിടുത്തെ പ്രൊവിഷൻസാണ്. ആ പ്രൊവിഷൻസിൽ പറയുന്നത് 6% ഇൻട്രസ്റ്റ് ആർക്ക് കൊടുക്കണം? ആ പാർട്ട്ണർക്ക് അയാളുടെ ലോണിന് കൊടുക്കണം, അനുവദിക്കണം ഫേം എന്നാണ് പറയുന്നത്. ദെൻ സാലറി ഓർ അതർ റെമ്യൂണറേഷൻസ്. ഏതെങ്കിലും പാർട്ട്നേഴ്സിന് സാലറി, സ്ഥിരമായിട്ട് എല്ലാ ദിവസവും സ്ഥാപനത്തിൽ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു പാർട്ട്ണർക്ക് സാലറി കൊടുക്കണോ വേണ്ടതെന്നാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ ആ പാർട്ട്ണർക്ക് നമ്മൾ കൊടുക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം, അതിൽ സംശയമില്ല. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഡീഡില്ല, വാക്കാലുള്ള കരാറ് മാത്രമാണ്. ഒരു പാർട്ട്ണർ സ്ഥിരമായ സ്ഥാപനത്തിൽ വന്ന് സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ആവശ്യപ്പെട്ടു, ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ട്, എനിക്ക് മാസം
5000 രൂപ സാലറി കിട്ടണം. പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണെങ്കിൽ നിലവിലില്ല. അപ്പോൾ നമ്മൾ ഏതാ എടുക്കുക? തർക്കം ഉണ്ടാവും. തർക്കമായി കഴിഞ്ഞാൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പ്രൊവിഷൻസ് ആണ് എടുക്കുക. അപ്പോൾ ആ കേസ് എന്താ പറയുന്നത്? നോ പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എനി സാലറി, കമ്മീഷൻ ഓർ എനി അതർ റെമ്യൂണറേഷൻ ഫോർ ടേക്കിംഗ് പാർട്ട് ഇൻ റണ്ണിംഗ് ഫേംസ് ബിസിനസ്. ഒരു പാർട്ട്ണർക്കും ഏത് സാഹചര്യത്തിലും എന്തില്ല? സാലറിയോ കമ്മീഷനോ മറ്റു റെമ്യൂണറേഷനോ കൊടുക്കേണ്ടതില്ല. പക്ഷെ സ്ഥാപനം കൊടുക്കുന്നുണ്ടാവാം. ഇറ്റ് ഈസ് പ്യുവർലി ഓൺ ദ ബേസിസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള സാലറി അത്തരം പാർട്ട്നേഴ്സിന് കൊടുക്കാവുന്നതാണ്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം എന്തില്ല? പാർട്ട്നേഴ്സിന് സാലറിയോ മറ്റു റെമ്യൂണറേഷൻസോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ചുരുക്കി പറയാം. എക്സാമിന് എപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ ക്വസ്റ്റ്യനായി വരാറുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ഷെയറിംഗ് റേഷ്യോ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് ഈക്വലാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പ്രൊവിഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അത് പ്രകാരം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ തേർഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, പ്രത്യേകം നോട്ട് ചെയ്യുക, 1 വേർഡ് വരാറുണ്ട്. 6% ആണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം എ പാർട്ട്ണർ. ദെൻ സാലറി ഓർ അതർ റെമ്യൂണറേഷൻസ്, നോ സാലറി, നോ കമ്മീഷൻ, നോ അതർ റെമ്യൂണറേഷൻസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അക്കൗണ്ടിങ് ഒരു സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.